ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാവ് ഭാജി ആയാലോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വേവിച്ചെടുത്ത പൊട്ടാറ്റോ, ഒരു 3 പൊട്ടാറ്റോ ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു ഓൾമോസ്റ്റ് അരക്കപ്പ് ക്യാരറ്റ് വേവിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ടൊമാറ്റോ, ഒരു 3 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഓൾമോസ്റ്റ് 2 കപ്പോളം ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുതിർത്ത് വേവിച്ചെടുത്ത ഗ്രീൻ പീസ്, അരക്കപ്പ് ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെജിറ്റബിൾ സ്റ്റോക്കാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്, 1.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഓൾറെഡി വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ വേണമെങ്കിൽ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കളറ് വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് ഉടയുന്ന പരുവമാകണം, ആ ഒരു രീതിയിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി വേകുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇത് ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ, കുറേ മുമ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിന് ശേഷം കുറേ പ്രാവശ്യം പാവ് ഭാജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു തവി വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്യുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം നമ്മൾ ഈ ചേർത്ത ഇതൊക്കെ. പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഓൾറെഡി നമ്മൾ വേവിച്ച് ചേർത്ത കൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വീണ്ടും ഒന്ന് മാഷ് ചെയ്യുക കേട്ടോ. ഈ ഒരു ബട്ടറും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മാഷ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടില്ല കേട്ടോ, ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അവരൊക്കെ ശരിക്കും എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു ദോശക്കല്ല് പോലെ ആ ഒരു കല്ലിൽ ബട്ടർ ഇട്ടിട്ട് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഗ്രേവി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മാഷ് ചെയ്തുകൊണ്ടിരിക്കും അവർ. അങ്ങനെയാണ് ശരിക്കും അവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഓൾമോസ്റ്റ് 1/2 കപ്പ് സവാള അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള സവാള മതിയാകും. സവാള ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയാണ് കേട്ടോ. ഈ ഒരു സവാള ബട്ടറിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു കറിക്ക് ആ ഒരു കറക്റ്റ് നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് ബട്ടറൊക്കെ ചേർക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൻ്റെ അളവൊക്കെ കുറക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പാവ് ഭാജി മസാല, പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു വെജിറ്റബിൾ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ സ്റ്റോക്ക് അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക.
ആ ഒരു കറിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണിത്, പക്ഷെ ഒരുപാട് തിക്കായിട്ട് വേണ്ട. അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഉപ്പും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് വീണ്ടും ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാവ് ബണ്ണൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡറും അതുപോലെ ഒരു 1/4 ടീസ്പൂണ് പാവ് ഭാജി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു പാവ് ബണ്ണ് അതിനെ ഒന്ന് നടുക്കൊന്ന് കീറി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാല അതിൻ്റെ അകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക, തിരിച്ചും മറിച്ചുമിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഓൾറെഡി ഞാൻ ബൺസ് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഡിന്നർ റോള് ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള പാവ് ബണ്ണും അതുപോലെ ഡിന്നർ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാവ് ഭാജി റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.